ഇന്ത്യയിൽ ഒരു കാലത്ത് റോൾസ് റോയ്സ് കാറുകൾ മാലിന്യം ശേഖരിക്കാൻ ഉപയോഗിച്ചിരുന്നു. 1920കളിൽ ആൽവാറിലെ രാജാവായിരുന്ന ജയ്സിംഗ് പ്രഭാകർ ലണ്ടനിലെ മെയ്ഫെയറിലൂടെ സാധാരണ രീതിയിൽ നടന്നുപോകുമ്പോൾ ഒരു റോൾസ് റോയ്സ് ഷോറൂമിൽ കയറി ടെസ്റ്റ് ഡ്രൈവിനായി അഭ്യർത്ഥിച്ചു. സാധാരണക്കാരനാണെന്ന് തെറ്റിദ്ധരിച്ച സെയിൽസ്മാൻ അദ്ദേഹത്തിന് ടെസ്റ്റ് ഡ്രൈവ് നിഷേധിക്കുകയും മഹാരാജാവിനെ അപമാനിക്കുകയും ചെയ്തു. അപമാനിതനായെങ്കിലും പതറാതെ മഹാരാജാവ് അടുത്ത ദിവസം പൂർണ്ണ രാജകീയ പ്രൗഢിയോടെ വലിയൊരു പരിവാരങ്ങൾക്കും ചുവന്ന പരവതാനിയുടെ അകമ്പടിയോടും കൂടി മടങ്ങിയെത്തി. അദ്ദേഹം ഷോറൂമിലുണ്ടായിരുന്ന 6 റോൾസ് റോയ്സ് കാറുകളും വാങ്ങി. എന്നാൽ അതുകൊണ്ടും അദ്ദേഹം നിർത്തിയില്ല. ആ കാറുകൾ ഇന്ത്യയിലേക്ക് നേരിട്ടെത്തിക്കാൻ അതേ സെയിൽസ്മാനോട് തന്നെ അദ്ദേഹം നിർദ്ദേശിച്ചു. അത് മറക്കാനാവാത്ത ഒരു പാഠത്തിന് കളമൊരുക്കി. ആൽവാറിലെത്തിയ ശേഷം ആ ആഡംബര റോൾസ് റോയ്സ് കാറുകൾക്ക് അപ്രതീക്ഷിതമായ ഒരു ഉപയോഗം ലഭിച്ചു. മാലിന്യം ശേഖരിക്കുക എന്നതായിരുന്നു അത്. കൊളോണിയൽ അഹങ്കാരത്തിനെതിരായ രാജകീയമായ ചെറുത്തുനിൽപ്പിന്റെ ധീരമായ ഒരു പ്രഖ്യാപനം. ഈ ഞെട്ടിക്കുന്ന നീക്കം റോൾസ് റോയ്സ് കമ്പനിയെ പിടിച്ചുലയ്ക്കുകയും അവരുടെ അഭിമാനകരമായ പ്രതിച്ഛായയ്ക്ക് കളങ്കമേൽപ്പിക്കുകയും ചെയ്തു. തങ്ങളുടെ പ്രശസ്തി വീണ്ടെടുക്കാനുള്ള അടിയന്തര ശ്രമത്തിന്റെ ഭാഗമായി കമ്പനി ഉടൻ തന്നെ ക്ഷമാപണം നടത്തുകയും മഹാരാജാവിന് 6 പുത്തൻ കാറുകൾ സമ്മാനമായി നൽകുകയും ചെയ്തു.